ബഹുമാന്യരെ, ഇന്ന് നമ്മൾ ഒരാഴ്ചക്കാലമായി നമ്മുടെ കണ്ണമ്പാറ ക്വാറിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പരിസര പ്രദേശങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ചടയമംഗലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടന്നതിൻ്റെ സാഹചര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടുത്തെ ക്വാറിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനങ്ങൾ സംഘടിക്കുകയും വാഹനങ്ങൾ ഉൾപ്പെടെ തടയുന്നതുമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുകയും പോലീസുകാരുൾപ്പെടെ അതിൽ എത്തിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളെയും ഈ പൗരസമിതിയുടെ ആൾക്കാരെയും അവിടുത്തെ ക്വാറിയുടെ ബന്ധപ്പെട്ട ആൾക്കാരെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതുപോലെ സെക്രട്ടറിയെയും നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഇന്നൊരു മീറ്റിംഗ് വിളിക്കുകയും ആ മീറ്റിങ്ങിനകത്ത് പലവിധ ചർച്ചകൾ വരികയും ചർച്ചയുടെ അവസാനം ക്വാറി ഉടമകളുമായും അതുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ ബന്ധപ്പെട്ട ഇതിൻ്റെ സമരമുഖത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട ആൾക്കാരുമായുള്ള സംസാരത്തിൽ ഒടുവിൽ ഒരു അന്തിമ തീരുമാനം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഈ നിലവിൽ പറഞ്ഞിരിക്കുന്ന റോഡിൽ കൂടി 10 ടണ്ണിൽ അധികരിക്കാത്ത ഭാരം വെച്ചുള്ള വണ്ടികൾ 6 വീലുള്ള നമ്മുടെ ഈ ടിപ്പറുകൾ കടന്നു പോകുന്നതിന് തടസ്സമില്ല എന്നുള്ളത് നമ്മുടെ അവിടെ നിന്ന് വന്ന ഈ പാറ ക്വാറിയുമായി ബന്ധപ്പെട്ട് വന്ന പ്രദേശവാസികളുടെ കൂടി സാന്നിധ്യത്തിൽ അവരുടെ കൂടി സമ്മതത്തോടു കൂടി തീരുമാനമാക്കുകയാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം അത് തീരുമാനം ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് പഞ്ചായത്തിനും ലഭിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. 10 ടണ്ണിൽ അതിന് അധികരിച്ചു പോകാത്ത ഭാരം കയറ്റിയ 6 വീലോട് കൂടിയ ടിപ്പർ ലോറികൾ കടന്നു പോകുന്നതിന് അവിടുത്തെ സമരസമിതിക്കും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പൊതുജനങ്ങളെ അറിയിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ ഞാൻ ഈ വിവരം അറിയിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം കണ്ണമ്പാറ പാറക്വാറിയുമായി ബന്ധപ്പെട്ട് നടന്ന സമരത്തെ തുടർന്ന് കണ്ണമ്പാറ പാറക്വാറിയിലെ റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട് നടന്ന സമരത്തെ തുടർന്ന് ഇന്ന് ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ക്വാറിയുടെ പ്രതിനിധികളും പങ്കെടുത്തു. സമരസമിതിയുടെ ഭാരവാഹികളുമായി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 10 ടണ്ണിൽ കൂടുതൽ ഭാരം ഈ ഗണപതിനട മുട്ടത്തോളം കണ്ണമ്പാറ റോഡിലൂടെ അറുകാഞ്ഞ റോഡിലൂടെ കൊണ്ടുപോകില്ല എന്ന് ഉള്ള തീരുമാനം എടുക്കുകയുണ്ടായി. ആ തീരുമാനം സമരസമിതി അംഗീകരിച്ചിട്ടുണ്ട്. ഇനി മുതൽ സ്കൂൾ ടൈമിൽ അത് കൃത്യത പാലിക്കുമെന്നും ബാക്കി നടപടിക്രമങ്ങൾ ഈ ക്വാറിയുമായി ബന്ധപ്പെട്ട് ലൈസൻസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച അവസാനിക്കുകയാണ് ചെയ്തത്. ഇന്നിവിടെ പാറക്വാറിയുടെ ഉടമകളും സമരസമിതിയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ അധികാരികളും തമ്മിൽ നടന്ന ഒരു ചർച്ചയിൽ നമ്മുടെ ആവശ്യങ്ങൾ അവർ അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. പ്രധാനപ്പെട്ട നമ്മുടെ ആവശ്യം വലിയ 10 വീലുള്ള വലിയ ടോറസ് വണ്ടികളിൽ കൂടി പിന്നെ അമിത ലോഡ് കയറ്റി പോകരുതെന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം. ആ ആവശ്യം അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചെറിയ ടിപ്പറിൻ്റെയും വലിയ ടോറസിൻ്റെ ഇടയിൽ 10 വീലുള്ള ഒരു ടിപ്പർ സൈസ് വണ്ടിയുണ്ട്. ആ വണ്ടിയിലും ഉപയോഗിക്കാമെങ്കിലും അതിലും 10 ടണ്ണിൽ കൂടുതൽ ലോഡ് കയറ്റാൻ പാടില്ല എന്നൊരു നിബന്ധന നമ്മൾ വയ്ക്കുകയും അത് പാറക്വാറിക്കാർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള റോഡ് അവരുടെ വയലേഷൻ ഈ അനുമതിയിൽ പ്രവർത്തിക്കുന്നതിനുള്ള അനുമതി പത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു നിബന്ധനയാണ് ക്വാറിക്ക് സ്വന്തമായി 8 മീറ്റർ വീതിയുള്ള റോഡ് വേണമെന്നുള്ളത്. അപ്പോൾ ഞങ്ങളോട് ചർച്ചയിൽ നമുക്ക് മനസ്സിലാക്കിയത് പഞ്ചായത്തിൻ്റെ 3 മീറ്റർ റോഡും അതുപോലെ തന്നെ അവർ വാങ്ങിച്ചു ചേർത്ത ക്വാറിക്കാരുടെ 4 മീറ്റർ റോഡും കൂടെ ചേർത്ത് ഒന്നിച്ച് ഒരു ടാർ ചെയ്ത് പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ CSR ഫണ്ട് വെച്ച് ടാർ ചെയ്ത് അത് ക്വാറിയുടെ പിന്നെ വഴിയായിട്ട് ഉപയോഗിക്കാമെന്നുള്ളൊരു ഒരു ഉദ്ദേശം അവർക്കുണ്ടായിരുന്നു. ആ ഉദ്ദേശത്തിൽ എന്തായാലും ഞങ്ങൾ വഴങ്ങിയിട്ടില്ല. പഞ്ചായത്ത് റോഡ് വിട്ടുകൊണ്ട് 3 മീറ്റർ റോഡ് വിട്ടുകൊണ്ട് 7 മീറ്ററോ 8 മീറ്റർ റോഡ് നിബന്ധനകളനുസരിച്ച് പാലിക്കണം എന്നുള്ള കർശന നിലപാട് തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് അടിയന്തരമായി അത് ഏർപ്പെടുത്താൻ പോലീസും അധികാരികളും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ വിഷയം പ്രധാനമായി ഉന്നയിച്ചുകൊണ്ട് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് കൊടുത്ത അനുമതി പത്രത്തിൽ ഉള്ള പ്രധാന വ്യവസ്ഥ എന്നുള്ള രീതിയിൽ ആ അധികാരികളെ സമീപിച്ചുകൊണ്ട് ഇവർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് പ്രത്യക്ഷമായ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ പാറക്വാറിക്ക് കൊടുത്ത അനുമതി അല്ലെങ്കിൽ നിഷേധിക്കണം എന്നുള്ള കാര്യവും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ഞങ്ങൾ ഇനി മുന്നുള്ള ദിവസങ്ങളിൽ പോകും. നിയമപരമായിട്ട് പാറക്വാറി പ്രവർത്തിക്കുന്നതിന് ഞങ്ങൾ ആരും എതിരല്ല. പക്ഷേ നമ്മുടെ സ്വൈര ജീവിതം തടസ്സപ്പെടുത്തിക്കൊണ്ട് നിയമവിരുദ്ധമായിട്ട് അനുമതികൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് അധികൃതരെയും മറ്റുള്ളവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ ക്വാറിക്ക് എതിരെ
അങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനിയും ഞങ്ങൾ സമരത്തിൻ്റെ മുൻപന്തി തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടെ ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സമരസമിതിയുടെ ഒരു പകുതി വിജയമായിട്ട് ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നു. പോരടുത്ത് നടന്നു വരുന്ന ഒരു എല്ലാ അധികാരികളുടെ ലൈസൻസോട് കൂടി നടന്നു വരുന്ന ഒരു പാറക്കോറിക്കെതിരെ കഴിഞ്ഞ ദിവസം കുറേ ആൾക്കാരും കൂടി വണ്ടി തടയുകയും പാറക്കോറിയിൽ നിന്നും ലോഡുമായി പോയ വണ്ടി തടയുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോറി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ പ്രതിവിധി എന്ന നിലയിൽ ഇന്ന് ഈ 12-ാം തീയതി ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ വെച്ച് സമരസമിതി പ്രവർത്തകരും കോറിയുടെ ആൾക്കാരും തമ്മിൽ നടന്ന ഒരു ചർച്ച നടത്തുകയും അതിൽ 2-3 കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ആ റോഡിൻ്റെ ബലക്ഷയമാണ് അവർ ആക്ഷേപിക്കുന്നത്. അത് ഒരു ഉന്നത സമിതിയെ കൊണ്ട് അന്വേഷിപ്പിച്ച് ആ റോഡിൻ്റെ ബലത്തെപ്പറ്റി പ്രസിഡന്റ് ആരായുകയുണ്ടായി. അതിൻ്റെ ബലത്തെപ്പറ്റി ഉന്നത അധികാരികളെ ഒരു റിപ്പോർട്ട് വാങ്ങണമെന്നും അതുവരെ സ്കൂളിന് മുമ്പിൽ കൂടെ ആ പാലത്തിൽ കൂടെ പോകുന്ന വണ്ടികളുടെ 400 CFT വരെയുള്ള വണ്ടികൾ കടത്തിവിടാമെന്നും അതിൽ മുകളിലോട്ടുള്ള വണ്ടി താൽക്കാലികമായി നിർത്തിവെക്കണമെന്നുള്ള അഭിപ്രായത്തോട് പാറക്കോറിയുടെ അധികാരികൾ എന്നുള്ള നിലയിൽ ഞങ്ങളും അത് അംഗീകരിച്ചിരിക്കുകയാണ്. സ്കൂളിന് മുമ്പിൽ കൂടെ ഉള്ള ആ റോഡ് താൽക്കാലികമായി 400 CFT വരെയുള്ള വാഹനങ്ങൾ ഓടിക്കാമെന്നാണ് മെയിനായിട്ട് ഉടുത്തിരിഞ്ഞ ഒരു തീരുമാനം. അതുകൊണ്ട് ഇനി ഈ കോറിയുമായിട്ട് ബന്ധപ്പെട്ട യാതൊരുവിധ പ്രശ്നങ്ങൾക്കും പാറസമിതിക്കാർ വരില്ല എന്നുള്ള, പിന്നെ ആ റോഡിൻ്റെ വീതി കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ 7 മീറ്ററാക്കി നിലനിർത്തണമെന്നുള്ള അഭിപ്രായത്തോട് ഞങ്ങൾ യോജിക്കുന്നുണ്ട്. പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞങ്ങൾ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അത് ടാർ ചെയ്യുന്നതിന് വേണ്ടി അത് നിരസിക്കുകയോ അതല്ല അതിന് അനുവാദം തരികയോ ചെയ്ത് അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. പിന്നെ ഈ ബോർഡ് വെച്ചത് അതിൻ്റെ കാര്യത്തിൽ അവർ തൽക്കാലം അത് മാറ്റാമെന്നുള്ള ഒരു തീരുമാനത്തിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ മെയിനായിട്ട് ഈ 2 കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്തത്. മറ്റ് കുറേ കാര്യങ്ങൾ ചർച്ചയിൽ വന്നു. അതെല്ലാം അതിൻ്റെ നിയമവിഷയങ്ങൾ പഠിച്ച് ഞങ്ങൾ അതിന് പ്രതികരിക്കുന്നതാണ്.